സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നെങ്കിൽ വഖഫ് ബോർഡ് സർക്കാരിൻ്റെ കീഴിലാണ്, ഒരു പക്ഷേ ഈ ഒരു അപ്പീലുമായി ഈ ഒരു വഖഫ് ബോർഡ് പോകില്ലായിരുന്നു. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സർക്കാർ വിശ്വാസവഞ്ചന കാണിച്ചോ മുനമ്പം സംരക്ഷണ സമിതിയോട്, അല്ലെങ്കിൽ മുനമ്പം സംരക്ഷണ സമിതിയെ സർക്കാർ ചതിച്ചോ? അതെങ്കിൽ ഞാൻ കാണുന്ന ഇപ്രകാരമാണ്. അതെങ്കിൽ ഈ സമരം തുടങ്ങിയത് മുതൽ നമ്മളൊരു നിയമപ്രശ്നമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു. നിയമം മാറിക്കഴിഞ്ഞെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴും നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടത് ഒരു റിട്രോസ്പെക്റ്റീവ് ലെവൽ ഇതിൽ വന്നെങ്കിൽ, നിയമത്തിൽ വരികയാണെങ്കിൽ പിന്നെ ഒരു സർക്കാരിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഒരു കോടതി ഇടപെടേണ്ട ആവശ്യമില്ല. അതായിരുന്നു ഒരു ശാശ്വതമായ പരിഹാരം. പക്ഷെ അതവിടെ കിട്ടിയില്ല. പിന്നെ അതിനുശേഷം കേന്ദ്ര സർക്കാരാണെങ്കിലും തീർച്ചയായിട്ടും ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകി. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജിജു വാക്ക് പറഞ്ഞുകൊണ്ട് പോയി. അതിനുശേഷം ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ഒരു പരിഹാരം ഞാൻ കണ്ടില്ല. പിന്നെ അതിനുശേഷം ഇപ്പോൾ നവംബറിൽ നടന്ന കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറയുന്നതെങ്കിൽ ഞാനാരും വഞ്ചിച്ചോ ചതിച്ചോ എന്നല്ല പറയുന്നത്. ഞാൻ കാണുന്നതെല്ലാം ഇതിനൊരു പരിഹാരം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ നൽകുക. അപ്പോൾ ആളുകൾ മനസ്സിലാക്കിക്കോളും ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്ന ആരാണെന്നുള്ളത്. കാരണം അധികാരമുള്ളവരൊക്കെ എന്തും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിപ്പോൾ കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഇനി ഭാവിയിൽ ഏത് കക്ഷി രാഷ്ട്രീയത്തിൽ വന്നാലും, ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിന് വന്നാലും അവർക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഒരു ലീഡറിൻ്റെ, നേതാവിൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രശ്നം പരിഹരിക്കുക. അല്ലാതെ നീട്ടിക്കൊണ്ടുപോയി മനുഷ്യരെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയല്ല. അപ്പോൾ ഞാൻ കാണുന്നതിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇവർക്കൊക്കെ ചെയ്യാൻ കഴിയും, പക്ഷേ ഇവരാരും ചെയ്യുന്നില്ല. ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് ഒരു ഉപകാരവും ഇതുവരെ മുനമ്പത്തിനുണ്ടായിട്ടില്ല. അതെങ്കിൽ ഈ ഒരു നിയമം കൊണ്ട്, ഈ സെക്ഷൻ 40 കൊണ്ട് നമുക്കറിയാം ഇതുവരെ അവർക്ക് ഒരു സ്ഥലം ഏറ്റെടുക്കാനും അവർക്ക് അവരുടെ അധികാരം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇനി അത് ഒരിക്കലും സാധിക്കുകയില്ല. അതൊരു നേട്ടമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പക്ഷേ അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ? അതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. കാരണം നമ്മൾ 610 കുടുംബങ്ങൾ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത് സാധാരണക്കാരാണ്. അവരുടെ പ്രശ്നം പരിഹരിച്ചോ? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഏതൊരു അധികാരത്തിലുള്ളവരും ചെയ്യേണ്ടത്, ജനാധിപത്യം എന്ന് പറയുന്നത് ജനത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ, ജനത്തിന് വേണ്ടി അവരെ നന്മയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുക എന്നതാണ്. പക്ഷേ അതിവിടെ ഞാൻ കാണുന്നില്ല.